അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതം അതെന്തിനാണ് അല്ലാഹു തആല അങ്ങനെ പഠിച്ചത്? മനുഷ്യ ശരീരം ഒന്നേ ഉള്ളൂ എങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതമുണ്ട്. എന്തിനായിരിക്കും അല്ലാഹു തആല അങ്ങനെ പഠിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് ചോദിക്കുകയാണ് അബ്ദുൽ ഖാദിർ ഇച്ച മസ്താൻ തന്റെ വിരുദ്ധതയിലൂടെ. രണ്ടില്ല രണ്ടും നിരഞ്ചുണ്ട് പണ്ടാരി കണ്ടത് വീടാ ഏകട്ടിലഞ്ചുണ്ട് സൈനീട്ട് കൈപോട്ടി മൈകാട്ടി വെപ്പത വീടാ. ഏകെന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരൊന്ന്, ഒന്ന്. ആ ഒന്നിൽ രണ്ടില്ല, രണ്ടൊന്നിൽ അഞ്ചുണ്ട്. അതായത് രണ്ടായി കാണുന്ന ഒന്നിൽ അഞ്ചുണ്ട്. മനുഷ്യ ശരീരം ഒന്നുള്ളൂവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതമുണ്ട്. മനുഷ്യ ശരീരത്തെ അല്ലാഹു തആല ഒരുപോലുള്ള ധാരാളം അവയവങ്ങൾ പടച്ചിട്ടുണ്ട്. നാം നടക്കാൻ ഉപയോഗിക്കുന്ന കാലുകളും നാം ചലിപ്പിക്കുന്ന കൈകളും എല്ലാം ഒരുപോലുള്ള അവയവങ്ങളാണ്. അവയിൽ രണ്ടെണ്ണം വീതമുണ്ട്. ഓരോ കൈയിലും കാലിലും 5 വിരലുകൾ വീതമുണ്ട്. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് പണ്ടാരി അഥവാ മനുഷ്യവാഹനം ഇവിടെ മനുഷ്യനെ ഒരു കപ്പലിനോടായി ഉപമിച്ചിരിക്കുകയാണ്. ആ കപ്പലിനെ നിയന്ത്രിക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മോട് ഈ വിരുദ്ധത്തിലൂടെ ഇഷ്ടമസ്താൻ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ 8 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 5 അവയവങ്ങൾ വേറെയുമുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അവന്റെ കൈ. ആ കൈയിനെ കെട്ടിപ്പൂട്ടി സത്യപ്രതിജ്ഞ നടത്തി എവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മോട് ചോദിക്കുകയാണ്. അല്ലാഹു തആല ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആരാധനയിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഈ 5 പ്രധാനപ്പെട്ട അവയവങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടോ? നോക്കുന്ന കൊമ്പെന്നും മേരാറിലഞ്ചുണ്ട് മൈകാട്ടി വെപ്പത വീടാ നോക്കിത്തിരിക്കുന്നു കഞ്ചുണ്ട് കഞ്ചുണ്ട് അടിച്ചിട്ട് വെപ്പത വീടാ. നോക്കുന്ന കൊമ്പിൽ ഈരാറ്, അതായത് ഈരാറ് 12, അതിൽ 5 ഉണ്ട്. ഇവിടെ നിസ്കാരത്തെ ഒരു വൃക്ഷത്തോടായി ഉപമിച്ചിരിക്കുകയാണ്. ആ വൃക്ഷത്തിന് 12 ചില്ലകളുണ്ട്. അതായത് നിസ്കാരത്തിന്റെ 12 ഫർദുകൾ. എന്നാൽ നിസ്കാരത്തിൽ 14 ഫർദുകളാണുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് നിയ്യത്ത്. അത് ആ വൃക്ഷത്തിന്റെ മുരടാണ്. ആ മുരടി മേലാണ് നിസ്കാരം എന്ന വലിയ വൃക്ഷം നിൽക്കുന്നത്. അതിന്റെ 12 ചില്ലകളിൽ നിന്നും പ്രധാനപ്പെട്ട 5 ചില്ലകൾ വേറെയുമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാൽ. ഇങ്ങനെയുള്ള ഈ ഫർദുകൾ കായ്ക്കുന്നത് എവിടെയാണെന്ന് കാതലായ വശം നാം ചിന്തിക്കാറുണ്ടോ? നോക്കിത്തിരിക്കുന്ന കൺചുണ്ട്, തെൻചുണ്ട്, അടിച്ചിട്ട് വെപ്പതെവിട. നാം നോക്കി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണ്, അതിന്റെ ആധാരം അതെവിടെയാണ് വെക്കുന്നത്? അല്ലാഹു തആലയുടെ മുമ്പിൽ നിന്നും അതെങ്ങോട്ടെങ്കിലും മാറിപ്പോകാറുണ്ടോ? അതായത് നിസ്കാരത്തിൽ ഭക്തി വേണമെന്നാണ് സൂഫി ഇവിടെ പറയുന്നത്. അല്ലാഹു തആല മനുഷ്യനെ പടച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവസാനം ആ ശരീരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഷുജാഇ മൊയ്‌ദി മുസ്ലിയാരുടെ ഈ വിരുദ്ധത്തിലൂടെ നമുക്കൊന്ന് കേൾക്കാം. ചെങ്ങളാകെ മുറിക്കുന്ന വാളിത് കൂറ്റത്തം വിട്ട് കൈതാതിക്കും വാളിത് കൂട്ടിക്കെട്ടിമ്പേ വിളിക്കുന്നു താളിത് കൂട്ടിക്കിടക്കം വിടുക്കുന്നു താളിത്. എല്ലാ ഇഷ്ടങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു വാളാണ് മരണം. ആ മരണത്തിന് മുമ്പിൽ ഒരാളും പരാജയപ്പെടും. തന്റെ ഊറ്റത്വം അഥവാ വീറും വാശിയും ബലവും പൊങ്ങച്ചവും എല്ലാം വിട്ട് ഇരു കൈകളെയും താഴ്ത്തിക്കളയുന്ന വാളാണ് മരണം. മനുഷ്യൻ ലോകത്തേക്ക് വരുമ്പോൾ തന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് എല്ലാം എനിക്ക് കീഴിലെന്ന മട്ടിലാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കൈ രണ്ടും മലർത്തി ഒന്നും എടുത്തിട്ടില്ല എന്ന മട്ടിലാണ് തിരിച്ചു പോകുന്നത്. മാത്രമല്ല കുട്ടിക്ക് യതീമെന്ന് പേര് വിളിക്കുന്ന മൂത്താളാണിത്. ഒന്നിച്ചു കിടന്നുറങ്ങിയവരെ മാറ്റി ഏകനാക്കി കിടത്തുന്ന ഒരുവനാണ് മരണം. കൊച്ചു വരികളിൽ എത്രത്തോളം ആഴങ്ങളിലേക്കാണ് ഷുജാഇ ഇറങ്ങി ചെല്ലുന്നത്.
ആദം നബി മുതൽ വന്ന നടപ്പിത് അങ്ങോയിൽ ഇങ്ങോരെ ചേർക്കും പടപ്പിത് ആദി മുതൽ വേവിസിത്തെ താരമിത് അസ്രായിലെന്റെ മലക്കിൽ ബലമിത് ഓടും മിസുപോലെ ഓടുവാനാലെ ഇസ്രാഫീലെണ്ണം വീടിയ മിസ്റൂറാലെ ഓതും തൽസൂറിതു വെള്ളം മൊത്താലെ കൂറ്റം പാതിയും ഉണ്ടാമിടുതാലേ. ഒരുപാട് കാലം മുമ്പ് അല്ലാഹു തആല ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം സൃഷ്ടി പൂർണ്ണമായില്ലെന്ന് അല്ലാഹു തആല കണ്ടു. അങ്ങനെ അല്ലാഹു മലക്കുകളോട് ഭൂമിയിൽ ചെന്ന് കളിമണ്ണ് ശേഖരിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. മലക്കുകൾ അതനുസരിക്കുകയും ആ കളിമണ്ണ് കൊണ്ട് അല്ലാഹു തആല ഒരു മനുഷ്യരൂപം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന് ആദം എന്ന പേരിൽ വെച്ചു. പക്ഷേ 40 വർഷത്തോളം ആ രൂപം അവിടെ തന്നെ കിടന്നു, അനങ്ങിയതേയില്ല. അതങ്ങനെ നിന്നു. പിന്നീട് ഒരു ദിവസം അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് റൂഹിനെ നൽകി. ആ ആദം നബി മുതൽ നടപ്പുള്ളതാണ് ഈ മരണം. അവരെയും ഇവരെയും എല്ലാവരെയും ചേർക്കുന്ന ഒരു വലിയ പടപ്പാണിത്. പണ്ട് തൊട്ടേ പടച്ച തമ്പുരാന്റെ കൽപ്പന പ്രകാരം അസ്രായിൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് ഇതിനെ പിടിച്ചു കൊണ്ടുപോവുക. അങ്ങനെ അവസാനം ഒരു വെള്ളമുത്ത് പോലെ ഒളിലെക്കുന്ന സൂറിൽ ഇസ്രാഫീൽ ഊതും. ലോകമാകെ തകർന്നടിയും. വീറും വാശിയും ബലവും പൊങ്ങച്ചവും എല്ലാം അവസാനിക്കും. ഇഷ്ടങ്ങളാകെ മുറിക്കുന്ന വാളിത് കൂടിക്കിടത്തും വീടുത്തും തൂതാലിത് ഇഷ്ടങ്ങളാകെ മുറിക്കുന്ന വാളിത് കൂടിക്കിടത്തും വീടുത്തും തൂതാലിത്. ആ മരണം നന്നാവാനാണ് നാം നിയന്ത്രിക്കേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.